ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ പുതിയ എപ്പിസോഡിൽ കുടുംബശ്രീ വീടാണ് കാണിക്കുന്നത്. സത്യാമ്മ വന്ന് കാറിൽ ഇറങ്ങുകയാണ്. സത്യാമ്മ കാറിൽ വന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ശാരദാമ്മ ഒരു തുണി എഴുതി തയ്ച്ചുകൊണ്ടിരിക്കുകയെന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചു നിർത്തിയത്. അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശാരദാമ്മ തുണി ഇങ്ങനെ തയ്ച്ച് അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സത്യാമ്മ വന്ന് അതൊക്കെ നിൽക്കുന്ന കാണുന്നില്ല. അപ്പോഴേക്കും സത്യാമ്മ ഇങ്ങനെ തൊണ്ടൊണ്ടൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോഴാണ് ശാരദാമ്മ സത്യാമ്മ കാണുന്നത്. ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയ്യോ ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും സത്യാമ്മയ്ക്കും എനിക്ക് ഇങ്ങോട്ട് കയറാമോ എന്ന് ചോദിക്കും. വീട്ടിൽ വരുന്നവരെ പുറത്ത് നിർത്തി സംസാരിക്കാൻ ശീല ഈ വീട്ടുകാർക്കില്ല സത്യാമ്മ കയറി വരൂ എന്ന് പറയാണ്. അപ്പോഴേക്കും സത്യാമ്മ കയറി വരുവാണ്. അപ്പോഴേക്കും ശാന്തയും കൂടെ ഹാളിലേക്ക് വരുവാണ്. ശാരദാമ്മ പറയാണ് സത്യാമ്മ ഇരിക്കുന്നു പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സത്യാമ്മ മൊത്തത്തിൽ എല്ലായിടത്തും ഇങ്ങനെ എന്തോ തിരയാണ്. ശാലിനിയെ തന്നെ നോക്കുന്നതാണ് മൊത്തത്തിൽ. അപ്പോൾ ഇവർ സംസാരിക്കാൻ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ ശാലിനിയെ അഴിക്കും മൊത്തത്തിൽ മൊത്തം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യാമ്മ. അപ്പം ശാരദാമ്മ പറയുന്നത് കേട്ട് സത്യാമ്മ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അപ്പോഴേക്കും ശാന്തിയോട് പറയാണ് പോയി ചായ എടുത്തുകൊണ്ട് വരുമോ എന്ന് പറയാം. ശാരദാമ്മേ, കാര്യങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒന്നും ലഭിച്ചിട്ടില്ലെന്നും കുറേ അധികം മോശം അനുഭവങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നൊക്കെ സത്യം പറയാണ്. അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്ന ഇപ്പം എൻ്റെ മോൻ വിഷ്ണു ആണ് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് എൻ്റെ മോൻ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ജയിലിൽ കിടക്കേണ്ട ആളല്ല, അവനെ എനിക്ക് പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ വിഷമത്തോടു കൂടി ശാരദാമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ പറയാണ് തെറ്റ് ആര് ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട തെറ്റ് ചെയ്ത ഒരാൾ മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടിയാണ് എന്നൊക്കെ പറയുകയാണ്. തെറ്റ് ചെയ്യുന്ന ആളെക്കാട്ടിലും കൂടുതൽ അയാളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരുമാണ് കൂടുതൽ വിഷമിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ സത്യാമ്മയോട് ശാരദാമ്മ പറയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ശാലിനി ആ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ശാലിനിയെ സത്യാമ്മ കാണുന്നില്ല. ഈ വീട്ടിലുള്ളവരെല്ലാം ആ ഒരു വേദനയിൽ നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെട്ടത് എൻ്റെ മോൾക്കല്ലേ എന്നൊക്കെ ശാരദാമ്മ സത്യാമ്മയോട് പറയാണ്. എല്ലാം കേട്ട് ശാലിനി വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ സത്യാമ്മ പറയാണ് എനിക്ക് ശാലിനി ഒന്ന് കാണണമായിരുന്നു എന്ന്. അപ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ് ശാലിനിയെ തിരക്കി എപ്പോൾ സത്യാമ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികളുമായിട്ടാണ് വന്നിട്ടുള്ളൂ, ഇപ്പം എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സത്യാമ്മ പറയാണ് ഇപ്പം ശിക്ഷിക്കാനായിട്ടൊന്നുമല്ല, രക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒളിവോ മറവോ ഈ സത്യാമ്മയ്ക്കില്ല. കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അപേക്ഷിക്കേണ്ട സ്ഥാനത്ത് മുഖം നോക്കി തന്നെ അപേക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതും അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ മുഖമായിട്ടാണെന്ന് പറയുകയാണ്. ശാരദാമ്മ ഇപ്പോൾ പറയാണ് സത്യാമ്മ അംഗീകരിച്ചില്ലെങ്കിലും ശാലിനി സത്യാമ്മയുടെ മരുമകൾ തന്നെയാണ്. കൽപ്പിക്കാനും പറയുന്നത് അക്ഷരം പ്രതി അനുസരിപ്പിക്കാനും കഴിവുള്ള അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുകയാണ്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനോ കൽപ്പിക്കാനോ ഉണ്ടെങ്കിൽ ഈ ഒരു മുഖമുരയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ശാലിനി അവിടെ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ സത്യാമ്മ ശാലിനിയെ കാണുന്നു. എന്തായാലും ഞാൻ ശാലിനിയെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ശാലിനിയെ വിളിക്കാൻ പോവാണ്. ശാലിനി എന്ന് വിളിക്കുമ്പോഴേക്കും ശാലിനി പറയും അമ്മേ ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. മൂളിങ്ങി വാ, സത്യാമ്മ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നത്. ശാലിനി ഒന്ന് സത്യാമ്മയെന്ന് വിളിക്കുകയാണ്. ഉടനെ സത്യാമ്മ പറയാണ് ശാലിനി നിനക്ക് മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ദ്രോഹിച്ചതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് നീ തന്നെയാണ്. സത്യാമ്മയ്ക്ക് അതൊന്നും പറയാൻ ഒരു മടിയില്ല. പക്ഷേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിൻ്റെ ഒരു സഹായം ചോദിക്കാനാണ്. നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ പറ്റൂ എന്ന് പറയാണ് സത്യാമ്മ പറയണം. ഉടനെ ശാലിനി ചോദിക്കുകയാണ് ഇതിലാ സത്യാമ്മ എങ്ങനെ പരിഹസിക്കുന്നത്? ഇങ്ങനെയൊക്കെ നോക്കിയാലും ശാരദയും മക്കളും ഹോട്ടൽ പണിക്കാരാ, എച്ചിൽ പാത്രം കഴുകുന്നവരാ, വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവർ, കളക്ടറായെന്ന് വെച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാനല്ലാതെ കാൽ കാശിന് ബോധമില്ലാത്തവർ. ഇതൊക്കെ ഞങ്ങളെക്കുറിച്ച് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ടും ഞങ്ങളോട് തന്നെ സഹായം ചോദിക്കുക എന്ന് പറയുന്നത് സത്യാമ്മ തന്നെ ഞങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നേ ഞാൻ പറയൂ. ശാലിനി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞൊന്നും മറക്കാനോ പൊറുക്കാനോ പറയാൻ വന്നതല്ല ഞാൻ. അതൊക്കെ സാഹചര്യം. ഇനിയൊരു പക്ഷേ നിനക്കതൊക്കെ മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിഷ്ണു അതൊരു വേദനയായി ചങ്കി നിൽക്കുക. അതൊന്ന് ഇറക്കി വെക്കാൻ ഇപ്പം എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. സത്യാമ്മ എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ എന്താ വേണ്ടത്? വിഷ്ണുവിന് ജാമ്യം കിട്ടണം. അവൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല. പറയാവുന്നവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചു നോക്കി, പക്ഷെ അവൻ അനുസരിക്കുന്നില്ല. എനിക്കറിയാം നീ പറഞ്ഞ എൻ്റെ മോൻ കേൾക്കുമെന്ന്. ഇതിനു മുന്നേ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അമ്മ പറയുന്നതിനപ്പുറം നടക്കാത്ത മോൻ എന്നു മുതലാ മാറി നടക്കാൻ തുടങ്ങിയത്. മകന്റെ മുഖം ഒന്ന് കറുത്തപ്പോൾ ഒന്ന് അകലിച്ച് കാണിച്ചപ്പോൾ നെഞ്ച് പിടയുന്നുണ്ടല്ലേ? ഇതുപോലെ പിടയുന്ന ഒരുപാട് നാളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അകൽച്ചല്ല, അടർത്തി മാറ്റുമായിരുന്നു എന്നെ വിഷ്ണുവേട്ടനെയും തമ്മി. കണ്ണിൽ നിന്നും ചോര പൊടിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ മുന്നിൽ കണ്ടിട്ട്. മറക്കാനും പൊറുക്കാനും എല്ലാം സഹിക്കാനും എൻ്റെ ജന്മത്തിന് അമാനുഷിക കഴിവൊന്നുമില്ല. ഒരു പാവം പിടിച്ച അടുക്കളക്കാരി അമ്മയുടെ മോളാ ഞാൻ. സത്യാമ്മയുടെ ഭാഷയിൽ അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതി കൂട്ടങ്ങൾ. ഇങ്ങനെ ശാലിനി വിഷമത്തോടുകൂടി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുക മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? അപ്പം ശാലിനി പറയാണ് പറഞ്ഞു പോകുന്നതാണ് അമ്മേ, ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവുക. മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ അമ്മേ ചെയ്യുക എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് കരയുകയാണ്. അപ്പോഴേക്കും സത്യാമ്മ പറയാണ് ശാരദാമ്മേ, അവള് പറയട്ടെ, കേൾക്കാനിപ്പം ഞാനും ബാധ്യസ്ഥയാണ്. മകന്റെ രക്ഷയ്ക്കായി ശാലിനിയെ കാണാമെന്ന് വിചാരിച്ചപ്പോഴേ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. അവള് പറയട്ടെ. ശാരദാമ്മേ, സാധിക്കെങ്കിൽ ഇവളോടൊന്ന് പറയണം വിഷ്ണുവിനെ കാണാൻ. അവൻ ഒപ്പിട്ടെങ്കിലേ അപേക്ഷ സ്വീകരിക്കത്തുള്ളൂ.
നിങ്ങളുടെ മോൾ ഇത് ചെയ്തു തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശാരദാമ്മേ, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് സത്യാമ്മ അവിടെ നിന്ന് പോകാൻ പോവാണ്. സത്യാമ്മ അവിടെ നിന്ന് പോവാണ്. ശാലിനിയാണെങ്കിൽ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ്, മോളെ ഒരല്പം കൂടിപ്പോയോ എന്ന്. അപ്പോൾ ശാലിനി പറയാണ്, അമ്മേ, ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ, ഒരു ജന്മം പറഞ്ഞാൽ തീരാത്തത്രം കണക്കുണ്ട് അവരുടെ മുന്നിൽ നിരത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നമ്മുടെ സാഹചര്യം അതല്ലല്ലോ. വിഷ്ണുവേട്ടൻ അതൊരു വേദനയായിട്ട് ചങ്കിൽ നിറഞ്ഞു നിൽക്കുമല്ലേ. എന്നാൽ വൈകിക്കണ്ട, മോൾ ഇപ്പം തന്നെ പോകണം. മോള് പറഞ്ഞാൽ വിഷ്ണു കേൾക്കും. നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ. സത്യാമ്മ ഇങ്ങനൊരു ആവശ്യമായിട്ട് ഈ വീട്ടിൽ വന്നത് തന്നെ നല്ലൊരു സൂചനയാണ്. എല്ലാം കലങ്ങി തെളിയും മോളെ. ഈ അനുഭവിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. മോള് ചെല്ലാൻ നോക്ക്. വീണ്ടും സ്വപ്നങ്ങളും മോഹങ്ങളും തരുവാണല്ലോ അമ്മേ. അത് അങ്ങനെയാ മോളെ. കൈവിട്ട് പോകുന്നതും തുടങ്ങുന്നിടത്തുനിന്നും ഒരു കച്ചിത്തിരും തരും. രക്ഷപ്പെട്ടു പോകുന്ന തിരികെ കിട്ടുന്ന ജീവിതമാണ്. ശ്രമിക്കുക. കയ്യെത്തും ദൂരത്ത് ജീവിതം ഉണ്ടെന്ന് കരുതി പരിശ്രമിക്കുക. ഫലം ഉറപ്പാ. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ്. വിഷ്ണുവിനോട് അർജുൻ സംസാരിക്കുകയാണ് ജയിലിൽ വന്ന്. പറഞ്ഞതല്ലേ അർജുൻ, എനിക്ക് ജാമ്യം വേണ്ട. എനിക്കും ശാലിനിക്കും ഒന്നിക്കാൻ കഴിയാത്ത ഈ ലോകത്തോട് തന്നെ എനിക്ക് വെറുപ്പാണ്. ഞാൻ എന്തിനാ ജാമ്യത്തിന് ഇറങ്ങുന്നേ? ഇവിടെ കിടന്നോളാം. ഇതെൻ്റെ ലോകമാണെന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. തനിക്കും അത് തന്നെയാണെന്ന് അർജുനോട് പറയാം. അപ്പം അർജുൻ പറയാം, ശരി, ഞാൻ വരുന്നത് സ്വാർത്ഥ താല്പര്യത്തോടു കൂടി തന്നെയാണ്. തന്നെ രക്ഷപ്പെടുത്തി എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, അതല്ലേ ഉദ്ദേശിച്ചത്. സമ്മതിച്ചു. തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ എനിക്കിപ്പം മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ അപ്പോൾ ഇതോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴേക്കും ശാലിനിയാണ് കാണിക്കുക. ശാലിനി വന്നത് അറിയാതാണ് വിഷ്ണു ഇങ്ങനെ പറയുന്നത്. ശാലിനി കൂടെ ഉള്ളതുകൊണ്ടാണ് അർജുൻ അങ്ങനെയൊക്കെ പറഞ്ഞതും. അപ്പോൾ പിന്നെ ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി വന്ന് വിഷ്ണുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയാണ്, വിഷ്ണുവേട്ട, വാശിയൊന്നും വേണ്ട. അർജുനേട്ടൻ നമ്മൾക്ക് അന്യനൊന്നും അല്ലല്ലോ. അമ്മയല്ല, ഞാനാണ് അർജുനേട്ടനെ ആദ്യം വിളിച്ച് ഈ കേസിൻ്റെ വക്കാലത്ത് ഏൽപ്പിച്ചതെന്ന് പറയാണ്. സത്യാമ്മ സംസാരിക്കുന്നതിന് മുന്നേ ഞാനാണ് സംസാരിച്ചത്. ചന്ദ്രബോസ് ഇത്ര വലിയ ശിക്ഷയാണ് വിഷ്ണുവേട്ടന് വാങ്ങിച്ചു തരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അർജുന് ഫോൺ ചെയ്തു കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തതാണെന്ന് പറയാണ്. അതിനുശേഷം മാത്രമാണ് സത്യാമ്മ അർജുനേട്ടനെ വിളിക്കുന്നത്. ഈ കേസ് അർജുനേട്ടൻ തന്നെ വാദിക്കുകയും ചെയ്യും, നമ്മൾ ജയിക്കുകയും ചെയ്യുമെന്ന് ശാലിനി പറയാണ്. അതിനു മുന്നേ ഒരുപാട് കടമ്പകൾ ഞങ്ങൾക്ക് കടക്കേണ്ടതുണ്ട്. കാർത്തിക മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? നെട്ടൂർ പാലത്തിനടി കത്തിക്കരിഞ്ഞ് കണ്ട ബോഡി കാർത്തികയുടെ തന്നെയാണോ, അല്ലെങ്കിൽ മരണപ്പെട്ടത് ആരാണ്, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഞങ്ങൾക്ക്. ആ ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ജഡ്ജിയുടെ വിധിവാചകം ഉണ്ടാകും, വിഷ്ണുവേട്ടനെ വിട്ടയച്ചു എന്ന്. അതുവരെ എനിക്ക് സഞ്ചരിക്കണമെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ഹർജിയിൽ ഒപ്പിട്ടേ വെക്കൂ. അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചതന്നെ ഇപ്പോഴും ചോദിക്കുന്നത്, എന്തിന്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന എന്തിനെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഉടനെ അർജുൻ പറയുകയാണ്, വിഷ്ണു നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, വിഷ്ണുവിനും അറിയാം. പക്ഷേ കോടതിക്ക് ബോധ്യപ്പെടേണ്ടതെന്ന് അർജുൻ പറയുകയാണ്. അപ്പം വിഷ്ണു ചോദിക്കുകയാണ്, അത് തന്നെ ഞാൻ വീണ്ടും ചോദിക്കുക, ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാന്ന് ചോദിക്കുകയാണ്. വീണ്ടും വിലക്കുകളുടെ ലോകത്ത് ഒന്നും മിണ്ടാകാനാകാതെ പ്രതിമ കണക്കിന് ജീവിക്കാനാണോ ഞാൻ ഈ പുറത്തുമായിട്ട് ഇറങ്ങേണ്ടതെന്നുള്ള രീതി ദേഷ്യത്തിലാണ് അർജുനോട് ചോദിക്കുന്നത്. എനിക്ക് മടുത്തടോ, എനിക്ക് എൻ്റേതായിട്ടൊരു ലോകമുണ്ട്, അതിനിടയ്ക്ക് വിലങ്ങുതടിയായിട്ട് ഒരു മനുഷ്യനും വരത്തില്ലെന്ന് അർജുന് വാക്ക് തരാൻ പറ്റുമോ എന്ന് വിഷ്ണു അർജുനോട് ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ അർജുൻ പറയാണ്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിനെന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. അതിന് വേണ്ടത് ഞാൻ ചെയ്തോളാം. എനിക്ക് ഈ കേസ് തന്നതിന് ഞാൻ തരുന്ന പ്രത്യുപകാരം അത് തന്നെ ആയിരിക്കും എന്ന് വിഷ്ണുവിനോട് അർജുൻ പറയാണ്. ആ ഒരു ഉറപ്പ് പോരെ വിഷ്ണുവേട്ടന് എന്നോടൊരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇതിൽ ഒപ്പിടണമെന്ന് ശാലിനി ഇങ്ങനെ താന്ന് അപേക്ഷിച്ച് പറയുന്ന പോലെ പറയും. അപ്പോൾ ശാലിനി ആ വക്കാലത്തെടുത്ത് അപേക്ഷ എടുത്ത് കൈ കൊടുക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഒരു വിഷമത്തോടെയും ദേഷ്യത്തോടെ ചെറിയ രീതിയിൽ പറയുകയാണ്, ശാലിനി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ട ഒപ്പിട്ടേ പറ്റൂ എന്ന് തറപ്പിച്ചങ്ങ് പറയുകയാണ്. അപ്പോഴേക്കും വിഷ്ണു ആ പേപ്പർ വാങ്ങിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ശാലിനിയെ നോക്കുകയാണ്. ശാലിനി വീണ്ടും പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു പേന വാങ്ങിച്ച് ആ അപേക്ഷയിൽ ഒപ്പിടുവാണ്. എന്നിട്ട് അർജുൻ പറയാണ്, ചില കാര്യങ്ങളിൽ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ വേറൊരു ദിവസം വന്ന് ക്ലിയർ ചെയ്തോളാം, തൽക്കാലം ഇത് മതിയെന്ന് പറഞ്ഞ് ആ അപേക്ഷ വാങ്ങിച്ച് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അർജുൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പം അർജുൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പം വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് ശാലിനി പിടിച്ചിട്ട് പറയുകയാണ്, എന്താ വിഷ്ണുവേട്ടാ ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പം വിഷ്ണു പറയുകയാണ്, എനിക്ക് താനില്ല പറ്റത്തില്ല, എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ റൊമാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. താനില്ലാതെ എനിക്ക് പറ്റത്തില്ലെന്ന് തെളിയിച്ച കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ കടന്നു പോയെന്നൊക്കെ വിഷ്ണു പറയുകയാണ്. ഇനി എങ്ങനായിരിക്കണം നമ്മളെന്നുള്ള തിരിച്ചറിവൊക്കെയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. എനിക്ക് താൻ ആരൊക്കെയാണോ? അപ്പം ശാലിനി പറയാണ്, കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, ഞാൻ ആരാണ്? കാമുകിയാണോ, ഭാര്യയാണോ, അതോ ഇത് രണ്ടും കൂടിയാണോ, അതോ ഒരു ഫ്രണ്ടാണോ, അതോ ഇതെല്ലാം കൂടിയാണോ? ഇത് കേൾക്കുമ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ മുഖത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എൻ്റെ സ്വപ്നം
എൻ്റെ വേദന, എൻ്റെ സന്തോഷം എല്ലാം താൻ തന്നെയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് കരയാണ്. താൻ എനിക്ക് വെറും പ്രണയിനിയല്ല, എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ. തന്നോടുള്ള പ്രണയത്തിന് എനിക്ക് അതിരുകളില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത്. വിഷ്ണുവേട്ട, നമ്മൾ തിരിച്ചു വരും. എല്ലാ തടസ്സങ്ങളും അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കും. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ. ഞാൻ പോട്ടെ എന്ന് പറയുകയാണ് ശാലിനി. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ ജയിലിൻ്റെ ഇരുമ്പഴയ്ക്കുള്ളിൽ കൂടി മുഖത്ത് പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇരുമ്പറയ്ക്കുള്ളിലാണെങ്കിൽ കൂടി ഇതുപോലുള്ള കുറച്ച് ഓർമ്മകളുണ്ട് എനിക്ക് കൂട്ടായിട്ടെന്നൊക്കെ. എനിക്കത് മതി, എനിക്കത് മതി, അത് മാത്രം മതി. ഇനിയുള്ള സമയങ്ങൾ തള്ളി നിൽക്കാമെന്ന് പറഞ്ഞ് ശാലിനിയുടെ മുഖത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. കുറുപ്പ് സാറ് വരാതെ ഇരിപ്പുണ്ട്. അപ്പോഴേക്ക് ശാരദാമ്മ വന്നിട്ട് പറയാണ്, കുറുപ്പ് സാറിനെ ഇങ്ങോട്ട് വേണ്ടിയിട്ട് കുറേ ആയല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും കുറുപ്പ് സാർ പറയാണ്, പരസ്പരം സന്തോഷമുള്ള വാർത്തകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പോരെ, ഇവിടെയുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ കൂടെ എന്തിനാ ഈ നമ്മൾ വന്ന് അവരുടെ വിഷമം കൂടെ കൂട്ടുന്നത്, അതുകൊണ്ടാണ് വരാഞ്ഞതെന്നൊക്കെ കുറുപ്പ് സാറ് പറയണം. അപ്പോൾ വിചാരിക്കും ഇപ്പോൾ വന്ന് എന്തിനാണെന്ന് മനസ്സിൽ വിചാരിക്കുമെന്ന് പറയാണ്. അപ്പോൾ പറയും, അതിനൊരു കാരണം കൂടിയുണ്ട്. അവരിവിടെ വന്നിരുന്നല്ലേ ആ സത്യാമ്മ, അവരുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഏത് രീതിയിലാണ് അവർ നമ്മളെ സ്വീകരിച്ചതെന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഗോപാലകൃഷ്ണൻ ഈ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമമുണ്ട് ശാരദാമ്മയെന്ന് പറയാണ്. ഉടനെ ശാരദാമ്മ ചോദിക്കുകയാണ്, ഗോപാലേട്ടൻ കുറുപ്പ് സാറിനെ വന്ന് കണ്ടായിരുന്നല്ലേ? കണ്ടെന്ന് മാത്രമല്ല കുറച്ചധികം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അവർ നിങ്ങളെ കാണുന്ന ചതുർത്ഥി കാണുന്നത് പോലെയാണ്. ഈ വീട് ഈ വീട്ടിലുള്ളവരുമൊക്കെ നശിച്ച് വെണ്ണീറായി തീരണമെന്ന് വിചാരിക്കുന്ന ഒരേ ഒരു സ്ത്രീ അവർ മാത്രമാണ്. ആ സ്ത്രീയെ വരെ ഇവിടെ ഇരുത്തി സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണന് വിഷമം ഉണ്ടാകാതിരിക്കുമോ? മുൻപ് ഏതെല്ലാം രീതിയിൽ നടന്നിരുന്ന ആളാണെങ്കിൽ പോലും ശാലിനിയുടെ അച്ഛൻ്റെ സ്ഥാനം നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയത്തില്ലല്ലോ. ഒരാളെയും ചെറുതാക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുറുപ്പ് സാറേ. വീട്ടിൽ വരുന്നവരോട് മര്യാദയോടെ പെരുമാറാനേ ഞാനും എൻ്റെ മക്കളും പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പെരുമാറിയതും. ഈ പറയുന്ന മര്യാദയൊന്നും അവർ കാണിച്ചിട്ടില്ലെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ശാരദാമ്മ തന്നെ അവിടുന്ന് എത്ര പ്രാവശ്യം അപമാനിക്കപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം അവർക്കൊരാവശ്യം വന്നപ്പം ശാലിനിയെ കൊണ്ട് മാത്രമേ അത് സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം താനെ സഹായം ചോദിച്ച് വന്നിരിക്കുന്നു. ഏത് മുഖവും വെച്ച ശാരദാമ്മ അവർ ഈ ഉമ്മറത്തേക്ക് കയറി വന്നത്? ഒരല്പം ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ സഹായം ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുമോ? ഈ ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അത് വലിയവൻ തന്നെയാണ് കുറുപ്പ് സാറേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡ് പ്രമോ തീർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രമോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രമോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തൊക്കെ നെഗറ്റീവ്സ് ആണുള്ളതെന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണേ.